ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അഭിനവ്. ഞാൻ ഇത് പുതിയൊരു ജസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ. ഇതിപ്പം ഈ ഗെയിമിൻ്റെ ഞാൻ തുടക്കം തന്നെ നമുക്ക് മൈൻക്രാഫ്റ്റിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് സ്കൈ ബ്ലോക്കാണ്. നിങ്ങൾക്ക് പറയാം ഏതൊക്കെ മോഡ്സ് വേണമെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താം. മോഡ്സ് ചെയ്യാം, പല മോഡ്സ് ചെയ്യാം, അങ്ങനെ ഇരിക്കാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്തിട്ട് ഗെയിം ലോഡ് ചെയ്യാം. അങ്ങനെ തന്നെ. ഒരു സെക്കൻഡ്, ഞാനിന്ന് വലുതാക്കാം. നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഇത് സിംഗിൾ പ്ലെയർ. ഞാൻ ഇതൊക്കെ ഞാൻ ചുമ്മാ ഓരോ വേർഡ്സ് ഒക്കെ ഇതാക്കിയതാണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പം കളിക്കാൻ പോകുന്നത്. രണ്ടായിട്ട് എടുക്കും ഇത് ഇതാവാൻ. അങ്ങനെ ഇരിക്കുന്നു. ഞാനിത് നരേറ്റിംഗ് ഓൺ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഈ സ്കൈ ബ്ലോക്കിന്റെ മാപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഞാൻ ഷെയ്ഡറൊക്കെ വിളിച്ചാണ് കളിക്കണേ. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഹായ്, കൊള്ളാം. നമ്മൾ തുടക്കം തന്നെ സീഡി കിട്ടി. പോപ്പിയും കിട്ടി നമുക്ക്. ഇപ്പം തുടക്കം തന്നെ 3 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നമുക്ക് വെക്കാം. എന്നിട്ട് എനിക്ക് അങ്ങനെ ഇതിന്റെ ഇതൊന്നും അറിയില്ല. ഇപ്പം ഇതൊക്കെയുണ്ട് നമ്മുടെ ബേസിക് സാധനങ്ങൾ. പക്ഷെ നമുക്ക് ആദ്യം ടൂൾസ് വേണം. അപ്പൊ അതിന് വേണ്ടി ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. കാരണം നിങ്ങൾ ഈ മരത്തിന് കണ്ടില്ലേ ഇവിടെ, അതിനകത്ത് പൊട്ടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത്. അപ്പൊ നമുക്ക് ഇനി സാപ്ലിങ് വീഴും. അപ്പൊ ആ സാപ്ലിങ് നമുക്ക് കിട്ടണം. ആ സാപ്ലിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് എക്സ്പാൻഡ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് പൊട്ടിക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പോണേ. എടുക്കട്ടെ. ഇത് നമ്മളിപ്പോ എവിടെ വിഷയം? ഇത് ഇവിടെ നമ്മൾ ഇതാണ്ട് ഇവിടെ ജസ്റ്റ് പറഞ്ഞു നോക്കട്ടെ. ഇത് ബ്ലൂ ഐസും ലാവയും ബക്കറ്റും ഉണ്ട്. ഇതെന്താന്ന് ഇതിനകത്ത് ക്ലൂ ഉണ്ടാവും, അതൊന്ന് നോക്കട്ടെ. പിന്നെ കുറെ റോട്ടൺ ഫ്ലഷ് അതൊക്കെ ഉണ്ട്. നോക്കട്ടെ എന്താണ്. Happy Nether update. In celebration, Skyblock will be starting a new nether in the Nether. Can you figure out how to get back to the normal Skyblock overworld? I will give you a hint. Head north, Dr. Trog. ഇത് നമ്മുടെ മാപ്പിന്റെ ഡെവലപ്പറാണ് ഡോക്ടർ ട്രോഗ്. ഇങ്ങനെ നമ്മൾ ഈ നെതറിലായിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ട് ഏതോ ഒരു ഫോറസ്റ്റിലാണ്. അതിന്റെ പേരെന്താന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ ഏതോ ഒരു ടൈപ്പ് ഫോറസ്റ്റിലാണ്. അങ്ങനെയാണ്. അപ്പൊ ഞാൻ എൻ്റെ F3 ബട്ടൺ ഹൈറ്റ് ചെയ്ത് ഏതാ നോർത്ത് നോക്കട്ടെ. ഞാൻ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഷിഫ്റ്റിനൊക്കെ എല്ലാം ചെയ്യേണ്ടത്. ഞാൻ നോക്കുമ്പോ ഏകദേശം ഇവിടുന്ന് ഈ ഒരു വട്ടാണ് കാണിക്കുന്നത്. ഇങ്ങോട്ട് എവിടേക്കാണ് നോർത്ത് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നു.
ഓക്കെ ഗായ്സ്, അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ. സോയിൽ ഉണ്ട്, ബ്ലൂ ഐസ് ലവ്. ഇനിയിപ്പോ ബസോൾട്ട് ജനറേറ്റർ ഉണ്ടാക്കേണ്ടി വരിക. എന്നിട്ട് ഞാൻ ഈ മാപ്പിന്റെ ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ബസോൾട്ട് കുറച്ച് 3 സ്റ്റാർസിന്റെ മേലെ വരുമായിരിക്കണം. നോക്കാം. അതോ നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്ത് നോക്കാം. അത് പോയാ മൂന്നെണ്ണം മതിയായിരിക്കണം. ഇപ്പൊ നമുക്ക് ഇതാണ് അടുത്ത എല്ലാം പ്ലാങ്ക്സ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. ഒന്ന് ഞാനിപ്പോ ഇതെടുത്ത ഇവിടെ വെക്കാം. എന്നിട്ട് ഈ നരേഷൻ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനപ്പോ ഇത് ഓഫ് ചെയ്തോളാം. പിന്നെ ഞാനിപ്പോ ടിക്കാക്സ് ഉണ്ടാക്കാം, ബസോൾട്ട് ജനറേറ്റർ ഉണ്ടാക്കാം. ഈ ഷെയ്ഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറയണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം. എന്നിട്ട് ഞാൻ ഷെയ്ഡർ പാക്ക് റിമൂവ് ചെയ്തോളാം. ബ്ലാക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ടോ? ഒന്നാമത്തേത് നമുക്ക് ആദ്യം തന്നെ 3 ബ്ലാക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാനായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് സോറി ഒന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഒരു മിനിറ്റ്, ഞാൻ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിട്ട്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു മിനിറ്റ്, ഒരു ബ്ലോക്ക് ഇനി നമുക്ക് ചെസ്റ്റീന്ന് ഇതൊക്കെ എടുത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു ബസാൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ആക്കി വെക്കാം. ഗൈസ്, ഞാൻ എന്താ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമുണ്ടാവരുത്, പക്ഷെ നമ്മുടെ ഒരു ഡേർട്ട് ബ്ലോക്ക് പോയി. ഇതിനകത്ത് നമുക്കിപ്പോ ഉള്ളത് ഐസ്, പിന്നെ ഉള്ളത് ലാവ. ഇതുകൊണ്ട് കോബിൾസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. ഞാൻ ഇതിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. വീട് കിട്ടി. ഇത് കിട്ടണേ. ഇതും കിട്ടി. എന്നിട്ട് ഇതും കൂടിയും കിട്ടിയ പെർഫെക്റ്റ് ആയ. കറക്റ്റ്.
അപ്പം നമുക്ക് ഞാൻ ആദ്യം പിക്കാക്സ് ഉണ്ടാക്കട്ടെ. പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. രാത്രിയായോ? ഇനി നമുക്ക് വേണ്ടത് ഐസ് ഇവിടെ നിന്ന് എടുക്കാം, ലാവ ബക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം, പിന്നെ നമുക്കൊരു എല്ലാം എടുത്തേക്കാം. സീഡ്സും എല്ലാം ഇതായിരിക്കും ബുദ്ധി. നമുക്ക് ഇപ്പോഴേ എല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇതെടുക്കാം, പിന്നെ ഇതും എടുക്കാം. സ്റ്റിക്കൊക്കെ ഇവിടെ വെക്കാം. അല്ല, ഇപ്പൊ നമുക്ക് തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇനി നമുക്ക് വേണ്ടത് ഐസ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതൊന്ന് പൊട്ടിക്കാം. അന്നേരം വെള്ളമായി ഇത് പൊട്ടിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത് നമ്മള് അടിയിൽ 2 വട്ടം കുഴിച്ചു രണ്ടാമത്തെ ബ്ലോക്കിൽ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ ലാവ വെക്കുമ്പോ കണ്ടോ, ഈ ലാവ വെച്ചത് ഇതാവാൻ വേണ്ടിയാ. ലാവ വെച്ചത് ഇവിടെ തീ പിടിച്ചു. നമ്മള് ഇവിടെ വന്നിട്ട് നമുക്കിതൊന്ന് എക്സ്പാൻഡ് ഒരു ബ്ലോക്ക് പുറകില്ല. നമുക്ക് ഈ ഡേർട്ടിനകത്ത് വെച്ചിട്ട് ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോണേ. സെക്കൻഡ് നമുക്ക് ആദ്യം ഇപ്പൊ എന്തായാലും എല്ലാം നട്ട് വെക്കാം, അതായിരിക്കും ബുദ്ധി. നമുക്ക് ഇവര് ഇത് തന്നിട്ടുണ്ട്, എന്താ ഇതൊക്കെ തന്നിട്ടുണ്ട്, സീഡ്സ്. അപ്പൊ ഈ സീഡ്സ് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചേക്കാം. ഇപ്പല്ലേ നട്ട് വെച്ചാ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പൊ അതിന്ന് ഇതൊക്കെ എടുത്ത് തിന്നാം. അത് തിന്നാണ് വർക്കാവുന്നില്ല. മെല്ലൻ സീഡ് ഒരു മിനിറ്റ്, ഞാൻ ഈ മെല്ലൻ കിട്ടെ. മെല്ലൻ ഇവിടെ വീറ്റ് പെർഫെക്റ്റ്. നമുക്കിനി ഈ ബക്കറ്റ് എടുത്ത് ഇതിനകത്ത് വെച്ച് ബക്കറ്റും വെക്കാം, കോവിയും വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൈൻ ചെയ്ത് പിക്കാക്സ് കൊണ്ട് നമ്മുടെ ഈ കോബിൾ സ്റ്റോൺ ജനറേറ്ററിൽ അത് കുഴപ്പമുണ്ട്. അതായത് നമ്മുടെ കുറെ കാര്യങ്ങളും ഈ ലാവയിലേക്ക് വീഴും.
അപ്പൊ അതിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ സ്ലാബ്സ് ഉണ്ടാക്കണം. ഈ സ്ലാബ്സ് ഉണ്ടാക്കി ഈ സ്ലാബ്സ് നമ്മൾ എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഒരു മിനിറ്റ്, ഷിഫ്റ്റ് കണ്ട, ഇവിടെ ഇതൊന്നും സ്പോൺ ആവില്ല, പേടിക്കരുത്. കാരണം അത് നമ്മുടെ ബ്ലോക്സ് അത് ഇട്ടാ, അതുകൊണ്ട് സ്പോൺ ആവില്ല. നമുക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്തോണ്ടിരിക്കാത്ത. മരമൊക്കെ നമ്മുടെ ഇത് അവിടെ നല്ല പന്നിട്ടുണ്ട്. അത്യാവശ്യം കോബിൾസ്റ്റോൺ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതാക്കാം, നമ്മുടെ ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയും മതിയായിരിക്കണോ? കുറച്ചുകൂടെ എടുക്കാനാ? അത്രയും മതിയായിരിക്കും. ഇനി നമുക്ക് സ്ലാബ്സിലേക്ക് ആക്കാം. ഇത് സാധാരണ എളുപ്പമാണ്ട് പാടില്ല ഇങ്ങനെ ചെയ്താൽ. എന്തോ ഒരു സെക്കൻഡ്, ഒരു കാര്യം നോക്കട്ടെ. ഇതെടുത്ത് ഇങ്ങോട്ടാക്കാം. മതിയായിരിക്കണം ഗൈസ്, ഇത്രയും. എന്നിട്ട് നമുക്ക് ഇനി മരം മുറിക്കാം, ഇനിയൊക്കെ ഫുള്ളായിട്ട്. ആദ്യം ഞാൻ ഈ സ്ലാബ് ഒന്ന് മുറിക്കട്ടെ. ബാക്കി നമുക്ക് സ്ലാബും കിട്ടി. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ വെട്ടായിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാവ ബക്കറ്റ് എടുത്ത് ഇനി നമ്മൾ അങ്ങോട്ട് പുറകോട്ട് വീഴാതിരുന്ന നമുക്ക് നല്ല ലൈറ്റ് സോഴ്സ് ആയിട്ടുണ്ട് ഇവിടെ. ഒരു സെക്കൻഡ്, ഇനി സോഴ്സ് മതിയിട്ടുണ്ട് കേട്ടാ. ഇനിയും മേടിച്ചാ നമുക്ക് പണിയാവും. അതാണല്ലോ, നമുക്ക് ഇനി അത് തിരിച്ചവിടെ തന്നെ വെക്കാം. ഈ ബോട്ടം ഹൗസ് സ്ലാബ്സ് വെച്ചാലുള്ള ഇത് നല്ലതാ. ബോട്ടം ഹൗസ് സ്ലാബ്സ് നല്ലതാ, കാരണം ഇത് വെച്ചാ ഇവിടെ നമ്മുടെ മോബ്സ് ഒന്നും സ്പോൺ ആവില്ല. ഹോസ്റ്റൈല് നമ്മുടെ വില്ലന്മാരൊന്നും സ്പോൺ ആവില്ല. അതായിരിക്കും നമ്മുടെ കുറച്ചുകൂടി ബുദ്ധി എന്ന് പറയുന്നത്.
പറയുന്നു. ഇനിയുണ്ട് 20 കോബൽ സ്റ്റോൺ സ്ലാബ്സ്. ദി ബോട്ടം കോബൽ സ്റ്റോൺ സ്ലാബ്സ് വേണം, അല്ലാതെ പിന്നെ പറ്റൂല. അതാണ് നമുക്ക് ഇപ്പോഴേ ഒന്ന് മുറിച്ച് നോക്കാം കുറച്ചൊക്കെ. എന്നാലും കിട്ടിയാ നമുക്ക് ഭാഗ്യം എന്ന് പറയാം, കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ വേൾഡ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത്രയല്ല, എന്തെങ്കിലും ഇല്ല. ഈ വേൾഡ് അതാണ്ട് അവിടെ ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടിയില്ല, അത് വന്നതാരാണ്. നമുക്ക് നോക്കാം ഇതൊന്നും ഇതാവുമോന്ന്. ഇത് കണ്ടോ, കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തായിരുന്നെങ്കിൽ അതും കൂടി കിട്ടിയത്. ഇപ്പൊ നമുക്ക് അതിന് എത്ര കിട്ടി, ചെസ്റ്റിലൊന്നും വെച്ചോ ഇല്ലെന്ന് നമുക്ക് ഓർമ്മയില്ല. പിന്നെ ഇല്ല, വെച്ചില്ല. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇപ്പൊ നമ്മള് തിരിച്ച് വിളിക്കാൻ തന്നെ വെക്കാം. അപ്പൊ ഗായ്സ് ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഇത് എന്റെ അനിയനായിരിക്കും, അവൻ റോബ്ലോക്സ് ആയിരിക്കും മിക്കവാറും കളിക്കുക. അപ്പൊ അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഇത് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ശരി, ബൈ ഗായ്സ്. Bye.